അങ്ങനെ ഡൽഹിയുടെ തിരക്കും കണ്ടുകൊണ്ട് നമ്മൾ ട്രെയിൻ ഇറങ്ങി. നമ്മൾ എത്താൻ കുറച്ച് ലേറ്റ് ആയിന്, കാരണം ട്രെയിൻ ലേറ്റ് ആയത് തന്നെ. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ദൂരെ യാത്ര പോവുക എന്നത്. ഓരോ കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടുപോയി. അവസാനം ആ ദിവസം നമ്മൾ തീരുമാനിച്ചു. ബാഗും പാക്ക് ചെയ്ത് ഇറങ്ങി. 30 ദിവസത്തെ ലീവുമായി ദുബായിൽ നിന്ന് വന്ന ജിബിയാണ് ഇതിന് കാരണം. 30 ദിവസം ലീവും 10 ദിവസം ട്രിപ്പും. ക്യാബ് ബുക്ക് ചെയ്തതുകൊണ്ട് അവരെയും വെയിറ്റ് ചെയ്തു നിന്ന് കുറച്ചു നേരം പോസ്റ്റ് ആയെങ്കിലും നമ്മൾക്ക് പോകാനുള്ള വണ്ടി എത്തി. സമീർ എന്നായിരുന്നു നമ്മുടെ ഡ്രൈവറുടെ പേര്. നമ്മളുടെ അന്നത്തെ ട്രാവൽ ഡെസ്റ്റിനേഷനും സമയവും ഒക്കെ സമീർ വിവരിച്ചു തന്നു. അങ്ങനെ അറിയാവുന്ന ഹിന്ദിയും പറഞ്ഞു നമ്മൾ കാറിലിരുന്നു. ആദ്യം നമ്മൾ ലോട്ടസ് ടെമ്പിൾ കാണാമെന്ന് തീരുമാനിച്ചു. രണ്ടാമത് ഹുമായൂൺ ടോം, മൂന്നാമത് റെഡ് ഫോർട്ട്, പിന്നെ അക്ഷർധാം ടെമ്പിൾ, അവസാനം ഇന്ത്യ ഗേറ്റും. ഡൽഹിയിലെ പ്ലാൻ എല്ലാം പെട്ടെന്നായിരുന്നു. അതിന് കാരണം ട്രെയിൻ ലേറ്റായി എത്തിയത് തന്നെയാണ്. നമ്മളുടെ എല്ലാ ടൈം ഷെഡ്യൂളും തെറ്റി. അവസാനം അടുത്തടുത്ത് ഉള്ളതൊക്കെ പ്ലാൻ ചെയ്ത് അതൊക്കെ കാണാമെന്ന് തീരുമാനിച്ചു. കാരണം ഇന്ന് രാത്രി തന്നെ നമ്മൾക്ക് ഷിംലയിലേക്ക് പോകണം. അതിനുള്ള ബസ് നേരത്തെ തന്നെ ബുക്ക് ചെയ്തതാണ്. അങ്ങനെ കുറച്ചു നേരത്തെ ട്രാഫിക് കടന്ന് നമ്മൾ ലോട്ടസ് ടെമ്പിളിലെത്തി. അങ്ങനെ നമ്മൾ കാറ് പാർക്ക് ചെയ്തിറങ്ങി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ക്യൂ നിന്ന് ഒരുവിധം നമ്മൾ ഗേറ്റിനകത്ത് കടന്നു. സമയം കുറവായതിനാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അകത്തേക്ക് നടന്നു. വിശാലമായ ഗാർഡൻ മനോഹരമായി സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് ഇവിടെ. സൺസെറ്റ് സമയത്ത് വന്നാൽ കുറച്ചുകൂടെ രസം ഉണ്ടാകൂടെ. ഗേറ്റ് കടന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. ദൂരത്ത് നിന്ന് തന്നെ ലോട്ടസ് ടെമ്പിൾ നമ്മൾക്ക് കാണാൻ പറ്റും. ഡൽഹിയിലെ ലോട്ടസ് ടെമ്പിൾ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ആധുനിക ആരാധനാലയങ്ങളിലൊന്നാണ്. താമരപ്പൂവിൻ്റെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്നതിനാൽ ഇതിന് ഈ പേര് ലഭിച്ചു. 1986 ഈ ക്ഷേത്രം പൊതുജനങ്ങൾക്ക് തുറന്നത്. ഈ ക്ഷേത്രം ബഹായി മതത്തിൻ്റെ ആരാധനാലയമാണ്. എന്നാൽ ഇവിടെ പ്രത്യേകത എന്തെന്നാൽ എല്ലാ മതവിശ്വാസികൾക്കും ഒരുപോലെ പ്രവേശനവും പ്രാർത്ഥനയ്ക്കുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. ഇവിടെ യാതൊരു വിഗ്രഹങ്ങളും മതചിഹ്നങ്ങളുമില്ല. ശാന്തമായ ധ്യാനത്തിനും ആത്മപരിശോധനയ്ക്കുമാണ് ഈ സ്ഥലം പ്രധാനമായും ഉപയോഗിക്കുന്നത്. ലോട്ടസ് ടെമ്പിളിന്റെ രൂപകൽപ്പന ചെയ്തത് ഇറാനിയൻ വംശജനായ ആർക്കിടെക്ട് ഫരിബോർസ് സഹബയാണ്. 27 സ്വതന്ത്രമായ മാർബിൾ ദളങ്ങൾ ചേർന്നതാണ് ഈ മനോഹരമായ ഘടന. ക്ഷേത്രത്തിന് ചുറ്റും മനോഹരമായ തോട്ടങ്ങളും ജലാശയങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അവ സന്ദർശകർക്ക് ഏറെ ആകർഷണീയമാണ്. ടെമ്പിൾ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതിനാൽ നമ്മൾക്ക് അകത്ത് പ്രവേശിക്കാൻ സാധിച്ചില്ല. ചെറിയൊരു നിരാശയുണ്ടായി. അധിക നേരം നിന്ന് സമയം കളയണ്ട എന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി.